അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജൈവ വൈവിധ്യങ്ങൾ, സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും സൂക്ഷ്മാണുക്കളിലെയും വൈവിധ്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സസ്യങ്ങളിലെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യ എന്നുള്ള ഈ ഉപഭൂഖണ്ഡത്തിലുള്ള സസ്യങ്ങളുടെ വൈവിധ്യങ്ങൾ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ എന്നുള്ള ഈ ഒരു നാട്, ഈ ഒരു രാജ്യം, ഒരുപാട് കാടുകളുണ്ട്, ഒരുപാട് വെള്ള ജലാശയങ്ങളുണ്ട്, പലതരം കാടുകളുണ്ട്, പലതരം പച്ചപ്പുകളുണ്ട്. നമ്മൾ ഒരുപാട് ഹോട്ട്സ്പോട്ടുകൾ, പലതരം മുൾക്കാടുകൾ വരെ, മരുഭൂമിയിലുള്ള മുൾക്കാടുകൾ വരെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത്രയും പ്രകൃതിപരമായ സമൃദ്ധമായ ഒരു നാടായതുകൊണ്ട് തന്നെ ഒരുപാട് ജീവികൾ, വന്യജീവികൾ, മനുഷ്യരടക്കമുള്ള ഒരുപാട് ജന്തുക്കൾ ഈ ഒരു കൊച്ചു രാജ്യത്തെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ വന്യജീവികളെക്കുറിച്ച്. അപ്പോൾ ഇത്രയും പ്രകൃതിയും, ഇത്രയേറെ ജലാശയവും, ഇത്രയേറെ വെള്ള സൗകര്യങ്ങളും കാടുകളും മരങ്ങളും എല്ലാം സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ജന്തുക്കൾ, വന്യജീവികൾ, ഇരയാവുന്ന ചെറിയ സൂക്ഷ്മ ജീവികൾ വരെ ഈ ഒരു രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്നാണ് ഹെഡിങ് ഇട്ടിട്ടുള്ളത്. ഒന്ന്, വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് നാച്ചുറൽ ഹെറിറ്റേജ്. ഇന്ത്യയിലുള്ള വന്യജീവികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു മൃഗശാല ഉണ്ടാക്കി കുറച്ച് വന്യജീവികളെ പാർപ്പിച്ചു എന്നുള്ളതല്ല ഇന്ത്യയുടെ പൈതൃകം. ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളതാണ്. ഒരുപാട് കാടുകളും മലകളും ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ വന്യജീവികൾ എന്നുള്ളത് ഇവിടുത്തെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, 80% ഓഫ് ഓൾ known plants and animal species on earth are known to be found in India. ലോകത്ത് കാണപ്പെട്ട മുഴുവൻ ചെടികളും മുഴുവൻ ജന്തുവർഗങ്ങളും, ചെടിവർഗങ്ങൾ, സസ്യവർഗങ്ങൾ, ജന്തുവർഗങ്ങൾ, ഈ വർഗങ്ങളുടെയൊക്കെയും 80% ഇന്ത്യയിൽ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജന്തുക്കളും മുഴുവൻ സസ്യവർഗങ്ങളെയും ഇവയുടെ വർഗങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100ൽ 80% ഇന്ത്യയിൽ തന്നെ കാണാവുന്നതാണ്. മൊത്തം ജന്തുക്കളുടെ 80% ഇന്ത്യയിലുണ്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്. മൊത്തം ജന്തുവർഗങ്ങളുടെ 80% വർഗങ്ങൾ ഇന്ത്യയിൽ കാണാവുന്നതാണ്. മൂന്നാമത്, മെനി പ്ലാന്റ്സ് ആൻഡ് ദെയർ പ്രോഡക്ട്സ് ആർ ഫൗണ്ട് ടു ബി യൂസ്ഫുൾ ഫോർ ദ ഗുഡ് ഹെൽത്ത് ഓഫ് മാൻ ആൻഡ് ആനിമൽസ്. ഈ ഒരു നാട്ടിലെ പ്ലാന്റ്സ്, അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഫലങ്ങൾ, അതെല്ലാം മനുഷ്യർക്ക് വളരെ ഉപകാരമുള്ളതും ജന്തുക്കൾക്ക് ഭക്ഷ്യയോഗ്യമായതും ആരോഗ്യദായകവും എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയും ജന്തുക്കൾ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ ഇത്രയേറെ ജനസംഖ്യ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ, ഇന്ത്യയുടെ ജാല വൈവിധ്യമൊക്കെ എത്രത്തോനെ കൂടാനുള്ള കാരണം ഈ നാട്ടിലെ സൗകര്യങ്ങളും അതുപോലെ ഇവിടെയുള്ള പ്രകൃതിയുടെ സമ്പത്തും സമൃദ്ധമായ പ്രകൃതിയും ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. 4, പീപ്പിൾ ഹാഡ് സ്റ്റാർട്ടഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ് ആൻഡ് ഡെസ്ട്രോയിങ് ഇറ്റ്. എന്നാൽ ഏറ്റവും വലിയ ഒരു ദുരന്തം, ഒരു പ്രശ്നമായിട്ട് വരുന്നത് മനുഷ്യർ ഇതിനെ ഉപയോഗിക്കുകയും അതിനെ നശിപ്പിക്കുകയും ഫോറസ്റ്റുകൾ, കാടുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 5, ദിസ് ഈസ് വൈ ഇൻ 1935 the system of national parks, wildlife sanctuaries and protected areas were established. ഇങ്ങനെ ഇത്രയേറെ കാടുകളും മറ്റൊക്കെ നശിപ്പിക്കപ്പെട്ടപ്പോഴാണ് 1935 നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, മറ്റു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നുള്ള പേരൊക്കെ പറഞ്ഞിട്ട് കാടുകളും മറ്റൊക്കെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1935 മുമ്പ് ആർക്കും യഥേഷ്ടം ഏത് കാടുകളിലും അല്ലെങ്കിൽ ഏത് ജീവികളെ പിടിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലും ജീവിക്കാം എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു നാട്ടിലെ അവസ്ഥ, ഈ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാടുകൾ ഉപയോഗിച്ചു, സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി കാടുകളൊക്കെ ഉപയോഗിച്ചു. അന്ന് മുതലാണ് 1935 പിന്നെ പ്രത്യേകമായിട്ട് നാഷണൽ പാർക്കുകൾ
വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വന്യജീവികളുടെ സങ്കേതം. പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയ, ആർക്കും കടക്കാൻ പറ്റാത്ത ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നത്, അങ്ങനത്തെ ഓരോ ഏരിയകൾ സ്ഥാപിച്ചത്. അല്ലെങ്കിൽ യാതൊരു കാടും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. മാത്രവുമല്ല, വേരിയസ് എഫേർട്സ് ആർ മെയ്ഡ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് അവർ കൺട്രി. നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഈ ഒരു ജൈവ വൈവിധ്യം, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്റ്റുകൾ, ഒരുപാട് പ്രൊജക്റ്റുകൾ, ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു ഉദാഹരണമാണ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊജക്ട്സിലേക്ക് ദ പ്രൊജക്ട് ടൈഗർ 1973, 1973 കടുവകളെ സംരക്ഷിക്കാനുള്ളൊരു പ്രൊജക്റ്റ്, അതൊരു ഉദാഹരണമാണ്. വേറൊരു ഉദാഹരണമാണ് പ്രൊജക്ട് എലഫൻറ്റ് 1992, 1992 എലഫൻറ്റുകളെ സംരക്ഷിക്കാൻ, ആനകളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ ജീവികൾക്കും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജീവികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓരോ പ്രൊജക്റ്റുകൾ, പദ്ധതികളൊക്കെ പിന്നീട് ആവിഷ്കരിക്കാൻ തുടങ്ങി. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇന്ത്യയിൽ 551 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും പിന്നെ അതുപോലെ നാഷണൽ പാർക്കും രണ്ടും ഏറെക്കുറെ ഒന്നാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. സാങ്ച്വറീസ് എന്ന് പറയുമ്പോൾ ആർക്കും വല്ലാതെ പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ല. നാഷണൽ പാർക്ക് ആകുമ്പോൾ അത് കൃത്യമായ വേലി കെട്ടിയിട്ട് അതിനപ്പുറത്ത് ആളുകൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കടക്കാൻ പറ്റില്ല. പ്രത്യേകം സമ്മതം ഉണ്ടെങ്കിൽ മാത്രം, ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടെ മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഏരിയയാണ് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ആർക്കും എപ്പോഴൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. എന്നാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ടൂറിസ്റ്റുകൾക്കും, അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, പക്ഷേ വേലി കെട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോർഡർ നിശ്ചയിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതൊരു ഏരിയ എന്നുള്ള നിലക്കേ ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് എപ്പോഴും കയറി ചെല്ലാം. അവിടുത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അങ്ങോട്ട് എപ്പോഴും കയറി ചെല്ലാം, കാണാൻ വേണ്ടി ചെല്ലാം. അപ്പോൾ അതാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കും തമ്മിലുള്ള വ്യത്യാസം. സാങ്ച്വറീസ് 551 ഉണ്ട്. എന്തിനാണ് ഈ സാങ്ച്വറീസ് ഉണ്ടാക്കുന്നത്? The main objective is to maintain the population and the desired habitat of wildlife. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, മൂന്നാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വന്യജീവികളെ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ, അതിൻ്റെ രൂപത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സാങ്ച്വറി സൈറ്റ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ സാങ്ച്വറി സൈറ്റ് പ്രഖ്യാപിച്ചാലോ പിന്നെ ഗവൺമെൻറ് അവിടെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ ജീവികളെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ, റിസോഴ്സുകളെയൊന്നും യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ആ സാങ്ച്വറീസ് അല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ദ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ ഹോം ടു മോർ ദാൻ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ബേർഡ്സ്, മാമൽസ്, ഇൻസെക്ട്സ് ആൻഡ് വാരിയസ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ സാങ്ച്വറീസിൽ ഏതെങ്കിലും ഒരു ജീവികളുടെ സംരക്ഷണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ എല്ലാവിധ പക്ഷികൾ, അവിടെ ജീവിക്കുന്ന മമൽസ്, സസ്തനികൾ, അവിടെയുള്ള പ്രാണികളടക്കം, അവിടെയുള്ള ചെറു സസ്യങ്ങൾ പോലും, ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. മാത്രവുമല്ല, ദേ ആർ ഹോം ടു എൻഡേഞ്ചേർഡ് സ്പെഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ലൈക്ക്. ഈ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന പല ജീവികളുടെയും വാസസ്ഥലമായിരിക്കും ഈ സാങ്ച്വറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ കുറച്ച് ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏഷ്യാറ്റിക് എലഫൻറ്റ്, സ്നോ ലിയോപ്പേർഡ്, സൈബീരിയൻ ക്രെയിൻ. അപ്പോൾ ഇതൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കാസിരംഗ ഇൻ ആസാം ഈസ് നോൺ ഫോർ ദ ഇന്ത്യൻ റിനോ. ഇന്ത്യൻ റിനോകൾ താമസിക്കുന്ന കാസിരംഗ, അതൊരു സാങ്ച്വറിയാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. പെരിയാർ ഇൻ കേരള ഈസ് നോൺ ഫോർ ഇറ്റ്സ് എലഫൻസ്. ആനകൾക്ക് പേര് കേട്ട സ്ഥലമാണ് പെരിയാർ സാങ്ച്വറി. ഇന്ത്യ ഈസ് ഓൾസോ ഹോം ടു മൈഗ്രേറ്ററി അനിമൽസ് ലൈക്ക് ബേർഡ്സ്. ഒരുപാട് ദേശാടന പക്ഷികൾക്കും ഇന്ത്യയിൽ വാസസ്ഥലമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്ന പല ജീവികളുമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ ദേശാടനം, പല പക്ഷികളും പല നാട്ടിൽ നിന്നും ചില സമയത്ത് മാത്രം ഒരു നാട്ടിൽ വരും, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നാട്ടിൽ പോകും, പിറ്റത്തെ വർഷം അതേ സമയത്ത് ആ നാട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ജീവികളും ഇന്ത്യയിലുണ്ട്. അടുത്തത് നാഷണൽ പാർക്ക്. അപ്പോൾ സാങ്ച്വറീസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നാഷണൽ പാർക്ക്, നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് പറഞ്ഞു. നാഷണൽ പാർക്ക്, ദ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ പാർക്സ് ഈസ് ടു കൺസേർവ് ദ
നാഷണൽ ഹാബിറ്റാറ്റ് ഓഫ് ദ വൈൽഡ് ലൈഫ്, നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദ വൈൽഡ് ലൈഫ്. ഈ നാഷണൽ പാർക്ക് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ആ ഒരു സ്ഥലത്തുള്ള വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു വാസസ്ഥലം അത് കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാങ്ച്വറീസ് പറഞ്ഞ അതേ ഒരു ലക്ഷ്യം തന്നെയാണ് നാഷണൽ പാർക്കും ഉള്ളത്. പക്ഷേ ലക്ഷ്യം രണ്ടും ഒന്നാണ് എന്നുണ്ടെങ്കിൽ പോലും രണ്ടും തമ്മിലുള്ള ചെറിയൊരു അന്തരമാണ് ഞാൻ പറഞ്ഞത്. നാഷണൽ പാർക്ക് പറഞ്ഞാൽ ഒന്നുകൂടി പ്രൊട്ടക്റ്റഡ് ആണ്, അങ്ങോട്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റൂല. സാങ്ച്വറീസ് എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രൊട്ടക്റ്റഡ് അല്ല, അവിടെ എപ്പോഴും കയറി ചെല്ലാം. ആ ഒരു വ്യത്യാസമാണുള്ളത്. രണ്ടാമത്, ഇന്ത്യ പാസ്ഡ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ 1972 ടു സേഫ് ഗാർഡ് ദ ഹാബിറ്റാറ്റ്സ് ആൻഡ് കൺസേർവ് ദ സ്പെഷീസ്. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1972 വരുന്നത്. വന്യജീവി സംരക്ഷണം, അവയുടെ വാസസ്ഥല സംരക്ഷണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ദ ടു മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ആക്ട് ആർ, നമ്മൾ നേരെ പറഞ്ഞ ഈ 1972 ഉണ്ടാക്കിയ ആ ഒരു നിയമം, വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങൾ രണ്ടെണ്ണമാണ്. ദ ടു മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ആക്ട്സ് ആർ, ഒന്ന് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ എൻഡേഞ്ചേർഡ് സ്പെഷീസ്. എൻഡേഞ്ചേർഡ് പറയുമ്പോൾ ഡേഞ്ചർ ഉള്ള, വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. മറ്റൊന്ന് ടു പ്രൊവൈഡ് ലീഗൽ സപ്പോർട്ട്, നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകുക ടു ദ കൺസർവേഷൻ ഏരിയ ഓഫ് ദ കൺട്രി ക്ലാസിഫൈഡ് ആസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ നാഷണൽ പാർക്ക് എന്ന് പേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷണം കൊടുക്കേണ്ട ഏരിയക്ക് ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷ കൂടി കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലം അതൊരു വൈൽഡ് ലൈഫ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അവിടെ ചിലപ്പോൾ ആളുകൾ വല്ലാതെ സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാവണമെന്നോ വരണമെന്നില്ല. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടായിട്ട് അതിനെതിരെ ഒരു നിയമം കൂടി കൊണ്ടുവന്നാൽ, ഇങ്ങനെ ചെയ്താൽ ഇനി ആരെങ്കിലും അങ്ങോട്ട് വയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ കടന്നു കയറിയാലോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയാലോ അവർക്ക് ഇന്ന ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമം കൂടി വരുമ്പോഴാണ് ആ ഒരു നിയമത്തിന് ഒന്നും കൂടി ഒരു പരിരക്ഷ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 1972 ഇങ്ങനൊരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൂടി ഉണ്ടാക്കിയത്. നമ്മൾ പറഞ്ഞു 1935 നാഷണൽ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനൊരു സപ്പോർട്ടായിട്ട് നിയമം വരുന്നത് 1972. ഇനി വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ചതുപ്പ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണ്ണുള്ള സ്ഥലങ്ങൾക്കാണ് ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുക. വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റോളുകളുണ്ട്. പ്രധാനമായിട്ടും വരുന്നുണ്ട്. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ദ ഇൻക്ലൂഡ് സ്വാംസ്, മാർഷസ്, മാംഗ്രോവ്സ് ആൻഡ് ബോഗ്സ്. ഇതിൻ്റെയൊക്കെ അർത്ഥം ചതുപ്പ് എന്നാണ്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ. ചിലപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളമാവണമെന്നില്ല, മണ്ണ് തന്നെ ആയിരിക്കും, പക്ഷേ നനഞ്ഞ മണ്ണ്. നമ്മൾ കാലൊക്കെ ചവിട്ടിയാൽ അടിക്ക് പൂന്തിപ്പോവും. അവിടെ കൂടുതൽ സസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളുണ്ടാകും, അതുമാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ കൃഷി ചെയ്തുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വെക്കാനോ കഴിയണമെന്നില്ല. അങ്ങനത്തിനാണ് വെറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ ചതുപ്പ് എന്ന് പറയുക. സ്വാംസ് എന്ന് പറഞ്ഞാലും മാർഷ് എന്ന് പറഞ്ഞാലും ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ചതുപ്പ് നിലം എന്നാണ് അർത്ഥം. ദ വാട്ടർ ഫൗണ്ട് ക്യാൻ ബി ഫ്രഷ് വാട്ടർ, സാൾട്ട് വാട്ടർ ഓർ ബ്രാക്കിഷ്. ഇവിടെയുള്ള വെള്ളം പലയിടത്തും വെള്ളം ഇങ്ങനെ കെട്ടിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അവിടെ വെള്ളം ചിലത് നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും, ചിലത് ഉപ്പ് വെള്ളമായിരിക്കും. ബ്രാക്കിഷ് എന്ന് പറഞ്ഞാലും ഉപ്പ് വെള്ളത്തിനാണ് ബ്രാക്കിഷ് എന്ന് പറയുക. അപ്പോൾ അവിടുത്തെ വെള്ളം ചിലപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. കുടിക്കാനോ വൃത്തിയാക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ചളിവെള്ളമായിരിക്കും, മണ്ണും ചളി കലർന്നതായിരിക്കും. ദ സെർവാസ് നാച്ചുറൽ വേസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം. നാച്ചുറൽ വേസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം. വെറ്റ്ലാൻഡ്സ്. പ്ലാന്റ് ലൈഫ് ഫൗണ്ട് ഇൻ വെറ്റ്ലാൻഡ്സ് ഇൻക്ലൂഡ് മാംഗ്രോവ്സ്. പ്രധാനമായും അവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ ഒന്ന് മാംഗ്രോവ്, കണ്ടൽക്കാടുകൾ, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ വാട്ടർ ലില്ലീസ്. വാട്ടർ ലില്ലി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആ പൂവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക. കാറ്റെയിൽസ് എന്നാൽ ഒരു ഔഷധ സസ്യമാണ്. സെഡ്ജസ്, ടാമറാക്ക്, ബ്ലാക്ക് സ്പ്രൂസ്, സൈപ്രസ്, ഗം ആൻഡ് മെനി അതേഴ്സ്. പൈൻ മരങ്ങൾ, അതേപോലെ ഒരുപാട് നമ്മൾ സാധാരണ കാണപ്പെടാത്ത ഒരുപാട് സസ്യങ്ങൾ, ഈ പറയപ്പെട്ട സസ്യങ്ങളൊക്കെയാണ് അവിടെ സാധാരണ ഉണ്ടാവാറ്. പിന്നെ വെറ്റ്ലാൻഡുകളെ, ഇങ്ങനെ ഈ ചതുപ്പ് നിലങ്ങളെ
വെള്ളം കലർന്ന സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ യുനെസ്കോയുടെ കീഴിൽ UN-ൻ്റെ കീഴിൽ ഉണ്ടായ ഒരു കൺവെൻഷനാണ് റംസാർ കൺവെൻഷൻ. റംസാർ എന്ന് പറഞ്ഞാൽ ഇതന്നെ, റംസാർ എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡിനാണ് റംസാർ എന്ന് പറയുക. അപ്പോൾ റംസാർ കൺവെൻഷൻ അടുത്ത് പറയാനുള്ളത് റംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ UN-ൻ്റെ കീഴിൽ, യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയാണ്, ഇൻ്റർനാഷണൽ ട്രീറ്റി, ഒരു ആഗോള അന്താരാഷ്ട്ര ട്രീറ്റി, ഉടമ്പടി, കരാർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചതുപ്പ് നിലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തുള്ള, ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, മൊത്തത്തിലുള്ള UN-ൽ അംഗമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ബാധകമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ചതുപ്പ് നിലങ്ങളെ സംരക്ഷിക്കണം. കാരണം ചതുപ്പ് നിലങ്ങൾക്ക് നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു താപനില, മറ്റു ഓക്സിജൻ, മറ്റൊരുപാട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഭയങ്കര റോളുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ സ്വന്തം രാജ്യത്തുള്ള ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു ട്രീറ്റിയാണ്, ഒരു ഉടമ്പടിയാണ് UN-ൻ്റെ കീഴിലുണ്ടാക്കിയ റംസാർ കൺവെൻഷൻ. അതിലുണ്ടാക്കിയ ട്രീറ്റിയാണ്, അതുകൊണ്ടാണ് റംസാർ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. ദ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് of international importance of Ramsar Convention is an international treaty designed to address global concern regarding wetlands loss and degradation. വെറ്റ്ലാൻഡുകൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവ ഇല്ലാതായി പോകുന്നു എന്നുള്ള ആ ഒരു ആശങ്കയുടെ മേൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്ലോബൽ, ഒരു ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ. The primary purpose is to list wetlands of international importance and promote the goal of preserving them. ഈ ഒരു കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ പറഞ്ഞല്ലോ, റംസാർ കൺവെൻഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈസ് ടു ലിസ്റ്റ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ലോകത്തുള്ള പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡുകളെ അതിനെ ലിസ്റ്റാക്കുക, അതിൻ്റെ പേരുകൾ മുഴുവനും കണ്ടെത്തിയിട്ട് എഴുതുക, അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുക. എന്നിട്ടോ ആൻഡ് പ്രൊമോട്ട് ദ ഗോൾ ഓഫ് പ്രിസർവിങ് ദം, എന്നിട്ട് അവ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക. എങ്ങനെയാണ് ആ ലക്ഷ്യം നേടിയെടുക്കുക? ഒന്ന്, ബൈ റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ദ മെജോറിറ്റി പോർഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. ആ വെറ്റ്ലാൻഡുകളിലേക്ക് പ്രധാനമായും ആളുകളുടെ ഓവർ പ്രവേശനം, ആക്സസ് നിരോധിക്കുക. അപ്പോൾ ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം മനുഷ്യന്മാരെ കടന്നുകയറ്റം എവിടെയുണ്ടായോ അവിടെയൊക്കെ പ്രകൃതിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഒന്ന് പ്രധാനമായിട്ടും ആളുകളുടെ ആക്സസ്, ആളുകൾ വല്ലാതെ അങ്ങോട്ട് കടന്നു കയറുന്നതിന് തടയുക. രണ്ടാമത്, ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് ടു നോട്ട് തിങ്ക് വെറ്റ്ലാൻഡ്സ് ടു ബി വേസ്റ്റ് ലാൻഡ്സ്. വെറ്റ്ലാൻഡുകളെ വേസ്റ്റ് ലാൻഡ് ആകാതിരിക്കാനുള്ള അവയർനെസ്, ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുക, പൊതുജനങ്ങൾക്ക് അതിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക. വെറ്റ്ലാൻഡുകളെ വേസ്റ്റ് ലാൻഡ് ആക്കാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തുക, ബൈ എഡ്യൂക്കേറ്റിംഗ്, അവരെ വിദ്യാസമ്പന്നരാക്കുക. അപ്പോൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. മറ്റൊന്ന്, ആളുകളുടെ പ്രവേശനമല്ലാതെ അനുവദിക്കാതിരിക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി. ഇങ്ങനെ എന്താണ് ഈ വെറ്റ്ലാൻഡിൻ്റെ റോളുകൾ? ദേ പെർഫോം ടു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഇൻ റിലേഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച്. പ്രധാനമായും ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസാണ് വെറ്റ്ലാൻഡുകളിൽ നിന്നും ഉണ്ടാവുന്നത്. ഒന്ന്, they have mitigation effects through their ability to sink carbon. ഒന്ന്, മിറ്റിഗേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊണ്ടുവരിക, പ്രകൃതിയിലുള്ള കാർബണിൻ്റെ അളവിനെ കുറച്ച് കൊണ്ടുവരിക. അപ്പോഴാണ് ആ ഒരു ബാലൻസ്, വാതക ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കാർബണിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ ഈ വെറ്റ്ലാൻഡ്സ് കാരണമാവുന്നുണ്ട്. പിന്നെയോ രണ്ടാമത്, ആൻഡ് അഡാപ്റ്റേഷൻ എഫക്റ്റ് ത്രൂ ദെയർ അബിലിറ്റി ടു സ്റ്റോർ ആൻഡ് റെഗുലേറ്റ് വാട്ടർ. വെള്ളം ഭൂമിയിൽ പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനുള്ള മറ്റൊരു കഴിവാണ് വെറ്റ്ലാൻഡിൻ്റെ രണ്ടാമത്തെ ഒരു ദൗത്യം. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന്, അന്തരീക്ഷത്തിലുള്ള ഒരു കാർബണിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക, മറ്റൊന്ന് വെള്ളത്തിൻ്റെ അളവ് ഭദ്രമായിട്ട് നിലനിർത്തുക. പിന്നെ ഇന്ത്യയിലുള്ള വെറ്റ്ലാൻഡ്സുകളുടെ കുറച്ച് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഒന്ന്, അഷ്ടമുടി, കായൽ, ആ ഒരു ഏരിയകൾ അതൊക്കെ അങ്ങനെ പരന്ന് കിടക്കുന്ന, വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഏരിയകളാണ്. പിന്നെ ഒറീസയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. ഓക്കെ, അടുത്ത ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ പാർക്ക് പറഞ്ഞു, സാങ്ച്വറി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ കുറച്ചും പാടി വലിയ ഒരു ഏരിയകളാണ് ബയോസ്ഫിയർ റിസർവ്. ആ ഒരു
ഏരിയകൾ മൊത്തമായിട്ട് പറയുന്ന ഒരു പേരുകളാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ദേ ആർ മൾട്ടിപ്പിൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ടു പ്രിസർവ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ദ എക്കോസിസ്റ്റം. അതിൻ്റെ പേര് മനസ്സിലാക്കിയാൽ മതി. സംഭവമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാഷണൽ പാർക്കുകളൊക്കെ കൂടിയ ഒരു സ്ഥലമായിരിക്കും ബയോസ്ഫിയർ റിസർവ് എന്നുള്ളത്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ്. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് നാഷണൽ പാർക്കുകളൊക്കെ ഉണ്ടാവാം. The Indian government has established 15 biosphere reserves which protect larger areas of natural habitat, national park and wildlife sanctuary. ഇതൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നാഷണൽ പാർക്കും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന കുറച്ച് ഏരിയകൾ ഇന്ത്യ ഗവൺമെൻറ് ബയോസ്ഫിയർ റിസർവ് എന്നുള്ള പേരിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. They often include one or more national parks or preserve along buffer zones that are open to economic uses. ഒരുപാട് ചിലപ്പോൾ ഒന്നോ രണ്ടോ നാഷണൽ പാർക്കുകളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ബയോസ്ഫിയർ റിസർവ്. ബഫർ സോൺ എന്ന് പറഞ്ഞാലും ഇത് തന്നെ, ജീവികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ബഫർ സോൺ. അപ്പോൾ അങ്ങനെ അടങ്ങിയ സ്ഥലങ്ങളാണ് ബയോസ്ഫിയർ റിസർവ് എന്നുള്ളത്. പ്രൊട്ടക്ഷൻ ഈസ് ഗിവൺ നോട്ട് ഓൺലി ടു ദ ഫ്ലോറ ആൻഡ് ഫൗന ബട്ട് ഓൾസോ ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ഹു ഇൻഹാബിറ്റ് ദീസ് റീജൻസ്. ഇവിടെയുള്ള ജീവികൾ, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ, ഫൗന എന്ന് പറഞ്ഞാൽ ജീവികൾ. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫൗന ഇതിന് മാത്രമല്ല സംരക്ഷണം ഉള്ളത്, അവിടെ ജീവിക്കുന്ന മനുഷ്യവർഗ്ഗങ്ങളുണ്ടാവും, ആദിവാസികൾ അല്ലെങ്കിൽ മറ്റു പഴയകാല കാടന്മാർ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കും കൂടി സംരക്ഷണം നൽകുന്ന ഒരു ഏരിയയാണ് ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്, കർണാടക, കേരള ഇതിൽ മൂന്നും വ്യാപിച്ച് കിടക്കുന്ന നീലഗിരി ഡിസ്ട്രിക്റ്റ് അല്ലേ, നീലഗിരി എന്നുള്ള ആ ഒരു സ്ഥലം, ഊട്ടി ആ ഒരു ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന പിന്നെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പാഠത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ജസ്റ്റിഫൈ ദ നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് വിത്ത് സ്യൂട്ടബിൾ റീസൺസ്. നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിച്ചത് നാച്ചുറൽ വെജിറ്റേഷൻസ്, പച്ചപ്പ്, ജന്തുവർഗ്ഗങ്ങൾ, വന്യജീവികൾ, പിന്നെ സൂക്ഷ്മജീവികൾ. അപ്പോൾ ഇവയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ ടോട്ടൽ ആകത്തുക പഠിച്ചത്. എന്തിനാണ് സംരക്ഷിക്കേണ്ടത്, എന്താണ് ഇവയുടെ പ്രാധാന്യം, അതാണ് ഇനി അവസാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ തീരാൻ പോവാണ്. ഒന്ന്, ഇവയുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രാധാന്യം, വെജിറ്റേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കാടുകൾ, പച്ചപ്പുകൾ, സസ്യജാലങ്ങൾ, ഇത് ബയോഡൈവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വിത്തൗട്ട് ദിസ് ഇതില്ലെങ്കിൽ, ഈ പച്ചപ്പുകൾ അല്ലെങ്കിൽ ഈ സസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് വിൽ ഡൈ ബിക്കോസ് വെജിറ്റേഷൻ ഗിവ്സ് ദം ഫുഡ്, ഷെൽട്ടർ, ഓക്സിജൻ. സസ്യങ്ങൾ എന്നുള്ളത്, വെജിറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലെങ്കിൽ ആനിമൽസോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ, മനുഷ്യരടങ്ങുന്ന ജന്തുക്കളോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇവയ്ക്കുള്ള ഷെൽട്ടർ, അഭയം, വീട്, ഓക്സിജൻ, ഫുഡ് ഇതെല്ലാം നൽകുന്നത് സസ്യങ്ങളാണ്. ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഹെൽപ്സ് പ്രിവെൻറ്റ്സ് സോയിൽ ഇറോഷൻ. ഈ മരങ്ങളുടെ വേരുകൾ, ഉള്ളിലേക്ക് പടർന്നു കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വേരുകൾ, അവ മണ്ണൊലിപ്പിനെ തടയുന്നു. മൂന്നാമത്, വെജിറ്റേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വാട്ടർ സൈക്കിൾ. ഈ ജല സൈക്കിൾ ഉണ്ടല്ലോ, വെള്ളം നീരാവിയായിട്ട് പോകുന്നു, അത് മേലെ നിന്ന് വീണ്ടും മഴയായിട്ട് താഴെ വരുന്നു. ഈ ഒരു സൈക്കിൾ, ഈ ഒരു പ്രോസസ്സ്, ഇതിന് പ്രധാന കാരണം പങ്കുവഹിക്കുന്നത് പച്ചപ്പുകളാണ്, കാടുകളാണ്. എന്താ കാരണം? ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് റിലീസസ് ഇറ്റ് ആസ് വാട്ടർ വാപ്പർ ഫ്രം ഇറ്റ്സ് ലീവ്സ്. അടിയിൽ നിന്നും വെള്ളം വലിച്ചെടുത്തിട്ട് അവ നീരാവിയായിട്ട് ഇലകളിലൂടെ പുറന്തള്ളുന്നത് സസ്യങ്ങളാണ്. പിന്നെ നാലാമത്, വെജിറ്റേഷൻ ഈസ് എ നാച്ചുറൽ ബാരിയർ ആൻഡ് സ്ലോസ് ഡൗൺ ദ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ദ സർഫേസ്. വെള്ളം വല്ലാതെ ഒഴുകിപ്പോകുന്നതിനെ തടയാൻ മരങ്ങൾക്കാവുന്നു. അഞ്ചാമത്, ത്രൂ ഫോട്ടോസിന്തസിസ് വെജിറ്റേഷൻ റിമൂവ്സ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ എയർ ആൻഡ് റീപ്ലേസസ് ഇറ്റ് വിത്ത് ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് എന്നുള്ള ആ ഒരു ഫുഡ് പ്രക്രിയ, സസ്യങ്ങളിൽ നടക്കുന്ന ആ ഭക്ഷണ പ്രക്രിയ, അതിലൂടെ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വലിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതാണ് ജീവികൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ. ആറാമത്, വെജിറ്റേഷൻ ആക്ട്സ് ആസ് സ്റ്റെബിലൈസിങ് എഫക്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭൂമിയിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നറിയില്ലേ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൂര്യനിൽ നിന്നും വരുന്ന ചൂട് അത് ഭൂമിയിലേക്ക് പതിക്കുകയും അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ചൂടുകളൊക്കെ നേരെ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി ഒരു തീഗോളമാവും. അത്രയും ചൂട് കൂടിയാൽ ഭൂമിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സൂര്യനിൽ വരുന്ന ഈ ചൂട്, ഈ ഒരു ആവി, ഇത് നേരെ തിരിച്ചു പോകുന്നുണ്ട്.
തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ പുറന്തള്ളുന്ന പല വാതകങ്ങളും ഈ ചൂടിനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാതകങ്ങൾ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വെജിറ്റേഷൻ, പച്ചപ്പുകൾ, കാടുകൾ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടായാൽ ആഗോളതാപനം ഉണ്ടാവും, ഗ്ലോബൽ വാർമിങ്. ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലാതാക്കാൻ മരങ്ങൾക്ക് ആവശ്യമാണ്. 7ാമത്, വൈൽഡ് ലൈഫ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ഫുഡ് ഇൻ ദ എക്കോളജി. പിന്നെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെജിറ്റേഷൻ, സസ്യങ്ങളെക്കുറിച്ചാണ്. പിന്നെ വൈൽഡ് ലൈഫ്, വന്യജീവികൾ. ഈ ലോകത്ത് ഫുഡിൻ്റെ, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ശൃംഖല അത് നിയന്ത്രിക്കണമെങ്കിൽ വൈൽഡ് ലൈഫ് അനിവാര്യമാണ്. ലോകത്ത് മാനുകൾ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ പിന്നെ ഇവിടെ ലോകത്തൊട്ട് സസ്യങ്ങളുണ്ടല്ലോ, കാരണം അവർക്ക് തിന്നാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാനുകളോടുകൂടെ സിംഹങ്ങൾ അല്ലെങ്കിൽ ഇര തേടുന്ന ജീവികളും ആവശ്യമാണ്. മനസ്സിലായല്ലോ? ദ ഇൻവിസിബിൾ മൈക്രോ ഓർഗാനിസംസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബൈ ഇംപ്രൂവിങ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അപ്പോൾ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജന്തുക്കളെക്കുറിച്ചും ഒന്ന് പറഞ്ഞു. പിന്നെ 8ാമത്തെ പോയിന്റ് മൈക്രോ ഓർഗാനിസംസ് ആണ്. എന്താ ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ റോൾ എന്താണ്? മണ്ണിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലിറ്റി, ആ ഒരു ഫലഭൂയിഷ്ഠത അതുണ്ടാക്കാൻ പ്രധാന കാരണം ഈ മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ അതും ആവശ്യമാണ്. വൈ വി ഷുഡ് ലേൺ അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്? വി സി എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, അനിമൽസ്, ഇൻസെക്ട്സ് ആൻഡ് ലാൻഡ്സ്കേപ്പ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്. വി ഡിപ്പെൻഡ് അപ്പോൺ ദം ഫോർ അവർ ലിവിങ്. നമ്മൾ ജീവിക്കാൻ അവയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ദേ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് അവർ 4 ബില്യൺ ഇയേഴ്സ് ഓഫ് ഇവല്യൂഷൻ. 4 ബില്യൺ വർഷത്തോളം ഉള്ള ഇവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള സമ്പത്തുകളാണ്, പ്രകൃതിപരമായിട്ടുള്ള സമ്പത്തുകളാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ 4ാമത്, ബട്ട് ടുഡേ ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മോസ്റ്റ് ഓഫ് ദം ആർ ബീങ് ലോസ്റ്റ്. ഈ സമ്പത്തുകളൊക്കെ നമ്മുടെ കാരണത്താൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പഠിക്കുന്നത്? 5ാമത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു നോ ദം ആൻഡ് കൺസേർവ് ദം. അതുകൊണ്ട് തന്നെ അവയെ പരിരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പഠിക്കുന്നതും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് ഫ്രം ദ പോൾസ് ടുവാർഡ്സ് ദ ഇക്വേറ്റർ. ഭൂമിയുടെ ഏറ്റവും മുകൾ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും താഴ്ഭാഗം, 2 പോളുകൾ, സൗത്ത് ആൻഡ് നോർത്ത് പോൾ, തെക്ക് വടക്ക് പോളുകൾ, ധ്രുവങ്ങൾ, അതിൽ നിന്നും നടുവിലേക്ക് വരും തോറും, ഇക്വേറ്റർ ഭാഗത്തേക്ക് വരും തോറും, ഇക്വേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇക്വേറ്റർ നടുഭാഗത്തേക്ക് വരുന്തോറും ബയോഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യ ഈസ് എ യുണീക്ക് പൊസിഷൻ ദെർഫോർ ഇറ്റ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ഇന്ത്യ എന്നുള്ളത് നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയും ഇന്ത്യയിലുണ്ട്, വളരെ സമ്പന്നമാണ്. ഇന്ത്യ ഒക്കുപ്പൈസ് ഓൺലി 2.4% ഓഫ് ദി വേൾഡ്സ് ലാൻഡ് സർഫേസ് ബട്ട് കൺട്രിബ്യൂട്ട്സ് ടു ദി വേൾഡ് ബയോഡൈവേഴ്സിറ്റി 8% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പെഷീസ്. ഇന്ത്യയുടെ സ്ഥാനം പരിശോധിച്ചാൽ, ഇന്ത്യയുടെ ഭൂമി മൊത്തം പരിശോധിച്ചാൽ വെറും ലോകത്തിൻ്റെ 2.4% മാത്രം ഭൂമിയെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ 8%-ഓളം സ്പെഷീസ്, ഇനങ്ങൾ ഇന്ത്യയിൽ കാണാവുന്നതാണ്. അപ്പോൾ the 2 of the 12 biodiversity hotspot of the world are in India. ഇതിനൊക്കെ പുറമെ അപ്പോൾ 8%-ഓളം, 2% മാത്രമുള്ള ഭൂമിയിൽ 8%-ഓളം ജീവികൾ അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം മനസ്സിലാവും എത്രത്തോളം കൂടുതലുണ്ട് എന്നുള്ളത്. പിന്നെ മാത്രവുമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട 12 ഹോട്ട്സ്പോട്ടുകളിൽ 2 ഇന്ത്യയിലാണ്. ഹോട്ട്സ്പോട്ട് ഏതാണെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വെസ്റ്റേൺ ഗാഡ്സ് ആൻഡ് ഈസ്റ്റേൺ ഗാഡ്സ് അത് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോഴും അതിൽ നിന്നും മനസ്സിലാക്കാം ഇന്ത്യയുടെ ആ ഒരു സമ്പൽ സമൃദ്ധി. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റുകളെ സംരക്ഷിക്കുക? 1, സ്റ്റോപ്പ് കട്ടിംഗ് ട്രീസ്, മരങ്ങൾ മുറിക്കരുത്. പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ നടുക. പ്രൊട്ടക്റ്റ് അനിമൽസ്, ജീവികളെ സംരക്ഷിക്കുക. സ്റ്റോപ്പ് ത്രോവിങ് ഗാർബേജ് ആൻഡ് പൊല്യൂട്ടിങ് ദ എൻവിറോൺമെൻറ്റ്, മലിനമാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് ഒഴിവാക്കാതിരിക്കുക. ഡു നോട്ട് വേസ്റ്റ് പേപ്പർ, റീയൂസ് പേപ്പർ എന്നുള്ളത് മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പേപ്പറുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല, അനാവശ്യമായി ചിലവഴിക്കാതിരിക്കുക. ബൈ കൺസർവേറ്റിംഗ് അവർ ഫോറസ്റ്റ് വി പ്രൊട്ടക്റ്റ് അവർ വൈൽഡ് ലൈഫ്. നമ്മൾ ഫോറസ്റ്റുകൾ എത്രത്തോളം സംരക്ഷിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ വന്യജീവികളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക.
അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.